ഒരു 10 മീറ്റർ ഇതിൽ ക്യാപ്പിൽ അത്ര അടുത്ത് കണ്ടു. ഒരു മീഡിയം 6:45 ഒരു മീഡിയം വലിപ്പമുള്ളൂ. വയറൊക്കെ കൂട്ടിയിട്ടാണ് വിശപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇത് വീടുണ്ടല്ലോ വരില്ല എന്ന് വെറുതെ പറയുന്നതാ. ഈ വീടിന്റെ ഒക്കെ മുറ്റത്ത് കൂടെ നടന്നിരിക്കുന്നത് ആണല്ലേ. എങ്ങനെ പെട്ടെന്ന് കടുവയാണെന്ന് തിരിച്ചറിയാൻ പറ്റും? പേടിച്ചു പോയി. ഞാൻ അതിന്റെ മുഖം മാത്രമേ കണ്ടുള്ളൂ. ഞാൻ തല മാത്രമായിട്ട് കണ്ടുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാ നിങ്ങളെ നോക്കി ശരിക്കും നോക്കിയത് നേരെ ഇങ്ങനെ നോക്കി ആണല്ലേ കൂട്ടിൽ. അന്നേരം എനിക്കറിയാം കടുവയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ പ്രതീക്ഷിക്കുന്നു, മനസ്സിലൊരു ഭയമായിട്ട് കിടക്കുകയായിരുന്നല്ലോ. അന്നേരമാണ് ഇനി ഒരു 9:30-10 മണിയോട് ശേഷം ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ലൈറ്റെല്ലാം ഞങ്ങൾ അന്നേരം തന്നെ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്. അപ്പോൾ ആ സമയത്ത് ഒരാൾ പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴേക്ക് ജസ്റ്റ് ഇറങ്ങിയപ്പം അവിടെ സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ അവർ വേഗം ഓടി അവർ വീഴുകയും ചെയ്തു. അവർ തോക്കുമായിട്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് വെടിവെക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അല്ല, ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ആടിനെ കൊന്നായിരുന്നോ? ഇല്ല, ചത്തില്ല. അത് കുറച്ചുണ്ടായിരുന്നു. തലയൊന്നും അനക്കാൻ പറ്റില്ല. തലയൊക്കെ ഇവിടെയൊക്കെ പോയായിരുന്നു. പട്ടി ഇടയ്ക്ക് കുരയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു പട്ടിയുണ്ട്. അപ്പോൾ അവൻ കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം കൊണ്ട് എല്ലാം എന്തോ സൗണ്ട് കേൾക്കണ പോലെ തോന്നി. പക്ഷെ അത് പട്ടി കുരയ്ക്കണ വിചാരിച്ച് നമ്മൾ നോക്കിയില്ല. അങ്ങനെ ഞാൻ ആ ജനൽ തുറന്നിട്ട് ആ വടി എടുത്തിട്ട് ചുമരിനെ അടിച്ചു വെച്ച ഉണ്ടാക്കിയപ്പോൾ ഇവിടുന്ന് കടി വിട്ടിട്ട് ചാടി. അല്ല, ജനൽ തുറന്നപ്പോൾ ചേട്ടൻ കണ്ടോ? കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയോ? പിന്നെ ഞെട്ടായിരിക്കും. വയനാട് തന്നെയാണുള്ളത്. നമുക്കറിയാം 2-3 ദിവസം, 2-3 ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്നുള്ളത്. ആ വിഷയത്തിൻ്റെ ഫോളോ അപ്പ് തന്നെയാണ് ഇന്ന് 6ാമത്തെ ദിവസമാണ് ടൈഗർ മിഷൻ്റെ, അതായത് ആ കടുവ അമരക്കുനി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുന്ന് തുടങ്ങിയ ആ ഒരു കടുവ അതിനെ പിടിക്കാനായിട്ടുള്ള ആ ഒരു മിഷൻ്റെ 6ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് വെളുപ്പിനും ഇതേപോലെ തന്നെ ഇവിടെ തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അമരക്കുനിയിൽ നിന്ന് ഒരു 1-2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആടിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ ഒരു ദൂരമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇന്ന് വെളുപ്പിന് ഒരു വീട്ടിൽ ഒരാടിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കടുവ കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് പരിപാടി. ആടിനെ മാത്രമാണ് ഈ കടുവ ഭക്ഷിക്കുന്നത് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആടുകൾ മാത്രമാണ് ഈ ഒരു കടുവ പിടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും നമ്മളിപ്പോൾ തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ തൂപ്ര അംഗൻവാടിയോട് ചേർന്ന് കിടക്കുന്ന അംഗൻവാടിയുടെ സമീപത്തായിട്ടുള്ള ഒരു സ്ഥലത്തായിട്ടുള്ള ഒരു വീട്ടിലെ ആടിനെയാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് ഏതായാലും ആ വീട്ടിലേക്കൊന്ന് പോകാം കേട്ടോ. ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഇവിടുന്ന് താഴേക്കുള്ള വഴിക്ക് ഈ ഒരു വീട്ടിലെ ആടിനെയാണ് കടുവ ഇന്ന് വെളുപ്പിന് പിടിച്ചിരിക്കുന്നത്. കടുവ ഇപ്പോൾ ഇവിടുന്ന് ഈ പ്രദേശത്ത് നിന്ന് പോയിട്ട് ആടിക്കൊല്ലി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഉള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റിയത്. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവിടെ. കൂടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഏതായാലും ആ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ആരുടെ ആടിനെയാ ശരിക്കും ഇത് പിടിച്ചത്? എൻ്റെ ചേട്ടൻ്റെ അല്ലേ? വെളുപ്പിന് എത്ര മണിയായപ്പോൾ ഏട്ടാ? 11 മണി കഴിഞ്ഞിട്ടാണ്. ഓ, ആ സമയത്ത് എത്തിയില്ല? എത്തി. ഓഹോ. ഇപ്പം ഇവിടെയാണ് വീട്? ഇവിടെ ഒന്ന് അങ്ങോട്ട് പോവാം. ആടിനെ കൊണ്ടുപോയോ? ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് കൊണ്ടുപോയി. ഫോറസ്റ്റുകാർ വന്ന് കൊണ്ടുപോയത്? പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കൊണ്ടുപോയി. ആണല്ലേ. അല്ല, ആടിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല കടുവയ്ക്ക്? ഇല്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവർ ചേട്ടൻപുളി ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ആ കടുവ ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫോറസ്റ്റുകാർ വന്നിട്ട് അവർ തന്നെ കൂട്ടുനടക്കി മുറ്റത്ത് കെട്ടിയിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആട് ചത്തില്ലായിരുന്നു? ഇല്ല, ചത്തിട്ടില്ല. അവർ തന്നെ കയറിട്ട് കെട്ടി വെച്ചു. കടുവ പിന്നെയും വന്നു. ഓഹോ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് കൂട്ടില്? ഈ ഇരുമ്പ് കൂട്ടിലോ? അല്ല, ഇരുമ്പ് കൂടല്ല, സാധാ കൂടാക്കി. ഈ കൂട്ടി തന്നെ കെട്ടി വെച്ചാ? അല്ല, മുറ്റത്തിറക്കി കെട്ടിയിട്ടു. അപ്പോൾ കടുവ പിന്നെയും വന്നു. ഓഹോ. പിന്നെ വന്നു അപ്പോഴും ഫോറസ്റ്റുകാരുണ്ട് അവിടെ. ഓഹോ. അവർ തോക്കുമായിട്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് വെടിവെക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അവിടെ കടുവ പിന്നെയും പോയി. ഓഹോ. ഒരു പ്രദേശം നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു ഉൾപ്രദേശം കേട്ടോ, ഗ്രാമപ്രദേശമാണ്. ഇവിടുന്ന് ആടിക്കൊല്ലിക്ക് ഇന്നലെ കടുവ പിടിച്ച ആ സ്ഥലത്ത് നിന്ന് എത്ര ദൂരം ഉണ്ട്? ഇന്നലെ കടുവ പിടിച്ചവൻ്റെ ഇവിടെ തൂപ്ര അക്കരെ, പിന്നെ രേവറത്ത് നിന്ന് വരുന്ന വഴിക്ക്.
ദേവരാജയിൽ നിന്ന് വരുന്ന വഴിക്കാണ്. അതെ, ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 1 കിലോമീറ്റർ അല്ലേ? നമ്മൾ നേരെ ഈ പറമ്പിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ അത്ര ഇല്ലല്ലേ? ഇല്ലല്ല, നേരെ പോകണേ അത്രയില്ല. ഈ വീട്ടിലെ ആടിനെയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഈ വീട്ടിലാണ്. അവിടെ കുറേ ആടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആകെ 2 ഉള്ളായിരുന്നു. 2 ആടേ ഉണ്ടായിരുന്നുള്ളൂ. 2 ഉണ്ടായിരുന്നുള്ളൂ. ഒരു പറഞ്ഞത്തിന് പോയേ? ഒരു മുട്ടനെ ഉണ്ടായിരുന്നു. മുട്ടനെ വന്നേ? ഈ വീട്ടിൽ. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രി കടുവ ആടിനെ പിടിച്ച് ആദ്യ പ്രദേശം കേട്ടോ. ഇതാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ കൂട്ടി കിടന്ന ആടിനെയാണ് വന്നേക്കുന്നത്. ഇതും നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഇതും ജമുനാപ്യാരിയാന്ന് തോന്നുന്നല്ലേ? ജമുനാപ്യാരി അല്ലേ? ജമുനാപ്യാരി ഇനത്തിൽപ്പെട്ട ആടാന്ന് ചെവിയൊക്കെ കണ്ടാൽ അറിയാം. ഈ കൂട്ടിൽ നിന്നാണ് കടുവ ആടിനെ പിടിച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ചന്ദ്രൻ. ഇന്നലെ രാത്രി എത്ര മണിയായപ്പോൾ ആയിട്ടാ സംഭവം? 11:45. 11:45. എങ്ങനെയാ ശബ്ദം കേൾക്കുമായിരുന്നു? വലിയ സൗണ്ട് കേട്ടു. അപ്പോൾ കൂട്ടക്കരച്ചിലും. അങ്ങനെ ഞാൻ ആ ജനൽ തുറന്നിട്ട് ആ വടി എടുത്തിട്ട് ചുമരിനടിച്ചു. അടിച്ച് ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഇവിടുന്ന് കടി വിട്ടിട്ട് ചാടി. അല്ല, ജനൽ തുറന്നപ്പോൾ ചേട്ടൻ കണ്ടോ? കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയോ? പിന്നെ ഞെട്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ സൗണ്ട് അത്രയും വലിയ സൗണ്ടുവാ. പിന്നെ അത് കൂടാതെ 2 പ്രാവശ്യം ഇവിടെ കയറി വന്നു. സൗണ്ട് എന്ന് പറഞ്ഞാൽ കടുവയുടെ ശബ്ദമാണ്? അല്ലല്ല, ആടിന്റെ ഇത് കൂട് പൊളിക്കുന്ന പോലെയുള്ള സൗണ്ടാണ്. വലിയ സൗണ്ടാണ് കേട്ടു. ഇവിടെ ചാടി കയറിയതാണോ എന്താണെന്ന് അറിയാം. തുറന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇത്? കടുവ എവിടെയാ നിന്നേ? കടുവ ഉള്ളിൽ ഇതിനെ കടിച്ചോണ്ടിരിക്കുക. ഇതിന്റെ ഉള്ളിൽ കയറി? ഉള്ളിൽ കയറി. ഇതിന്റെ ഉള്ളിൽ കയറി. അവിടെ നിന്ന് ആ മറയും പൊളിച്ച് അങ്ങോട്ട് ചാടി. ഞാൻ അടിച്ചു ഒച്ച ഉണ്ടാക്കിയപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് 4:30 ഇവിടെ വന്നു. അല്ല, അതിനുശേഷം അപ്പം ഇത് ആ സമയത്ത് തന്നെ ആടിനെ കൊന്നോ? ഇല്ല, 4 മണിയായി. അല്ല, ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ആടിനെ കൊന്നായിരുന്നോ? ഇല്ല, ചത്തില്ല. അത് കുറച്ചുണ്ടായിരുന്നു. തലയൊന്നും അനക്കാൻ പറ്റില്ല. തലയൊക്കെ ഇവിടെയൊക്കെ പോയായിരുന്നു. എന്നാലും അത് ഒരു സൗണ്ട് വരുന്നുണ്ട്. കയ്യും കാലിട്ടൊക്കെ അടിക്കുന്നുണ്ട്. 4 മണിക്കാണ് അതിന്റെ കറക്റ്റ്. എന്നിട്ട് അതിനുശേഷം ആടിനെ ഇവിടെ കൊണ്ട് കെട്ടിയോ? അത് അവർ വന്നപ്പം, ഫോറസ്റ്റുകാർ വന്നപ്പോൾ ഇവിടെ വന്ന് കെട്ടിയിട്ട് അവരിവിടെ വെടിവെക്കാൻ വേണ്ടി തോക്ക് മൈക്കോടി വെക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഇവിടെ. അതിനാണ് സൗകര്യത്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വന്നു. കടുവ കയറി വരുന്ന കണ്ടു. 4:30 ഞാൻ ജനൽ അതുപോലെ കുറച്ച് തുറന്ന് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇല്ലല്ല, നേരം വെളുക്കുന്ന നോക്കിയിരിക്കുക. അന്നേരം കറക്റ്റ് 4:30 കയറി വരുന്നത്. കയറി ഇങ്ങനെ വന്ന് അവിടുന്ന് വലിച്ചു കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഈ കയറുകൊണ്ട് കെട്ടിയത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും പെട്ടെന്ന് പോയി. അതിനെന്തോ ഒരു പേടി കുടിയിരുന്നു. അവരതിനകത്തുണ്ടായിരുന്നു. അവർക്ക് വെടിവെക്കാൻ 1 സെക്കൻഡ് താമസിച്ചു പോയി എന്നാണ് പറഞ്ഞത്, എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ്. പിന്നെ രണ്ടാമത് വന്നിട്ട് ഇവിടം വരെ വന്നുള്ളൂ. തിരിച്ചങ്ങ് പോയി. ഇതിലെ 4:30 2 പ്രാവശ്യം വന്നു. 4:30 പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ വന്നു. അത്ര അവസരം കിട്ടിയല്ലേ? ഇവിടെ ആടിനെ കെട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ആടിനെ ഈ കൂട്ടിൽ നിന്ന് പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് മാറ്റി ഇവിടെ കെട്ടിയിരിക്കുമായിരുന്നു. നമുക്കിവിടെ ആടിനെ കെട്ടിയിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാം. അതിനുശേഷം 4:30 ആയിക്കഴിഞ്ഞപ്പോൾ കടുവ ഈ ഭാഗത്തോടെ വന്നേ. ഇതിലെ താഴ്ന്ന് ഇങ്ങനെ കയറി ഇതിലേ വന്നല്ലേ? ഇങ്ങനെ കയറി വന്നു. ഇതിലേ വന്നല്ലേ? ഇതിലേ വന്നു. എന്നിട്ട് പോയത് ഇതിലേയും പോയി. അങ്ങനെ 2 പ്രാവശ്യം അങ്ങനെയാണ് വന്നു അല്ലേ? ഇതിലേ വന്നേച്ചിട്ട് ആടിനെ കടിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും ആദ്യത്തെ പ്രാവശ്യം ആടിനെ കടിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തൂക്കി വലിച്ചു ഇവിടം വരെ കൊടുന്നപ്പോൾ കയറ് കെട്ടിയിരിക്കുകയായിരുന്നു. കയറിന്റെ ആ വലിവ് കൊണ്ട് അവിടെ ഇട്ടിട്ട് നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയായിരുന്നോ? ഇല്ല, അപ്പോൾ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ തോക്കും കൊണ്ട് ഇരിക്കുകയല്ലേ. അവർ വെടിവെക്കും വിചാരിച്ചാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അവർ വെടിയൊന്നും വെച്ചില്ല. 1 സെക്കൻഡ് താമസിച്ചെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് വന്നത് അവിടെ എത്തിയിട്ടില്ല. ഇവിടം വരെ എത്തിയുള്ളൂ. അത് അവർക്ക് അവിടുന്ന് കാണാം. വീണ്ടും രണ്ടാമത് ഇവിടം വരെ വന്നിട്ട് ഇതിലേ അങ്ങ് പോകും. ഇവിടെ വരെ വന്നപ്പോൾ എന്നെ ഇവരെ കണ്ടോണ്ടാണ് പോയത്? എന്താ അറിയില്ല, അങ്ങോട്ട് നോക്കിയിട്ട് വേഗം പോകുന്നു. അപ്പോൾ ഫ്രണ്ടിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നോ? ലൈറ്റ് നേരത്തെ ഇട്ടായിരുന്നു, വൈകുന്നേരം ഇട്ടായിരുന്നു. ആ ലൈറ്റിലാണ് ഇത് വന്ന് പിടിച്ചോണ്ട് പോയത്. ചേട്ടൻ ഈ 3 പ്രാവശ്യം ഞാൻ കണ്ടോ ഉണ്ടല്ലേ? ഇത്ര അവസരം അടുത്ത് കിട്ടിയിട്ടല്ലേ? അവസരം അടുത്ത് കിട്ടിയതാണ്. ഇന്നിപ്പോൾ 6ാമത്തെ ദിവസം അല്ലേ? 9ാമത്തെ ദിവസം അല്ല, 6ാമത്തെ ദിവസം തുടങ്ങിയിട്ട് കേട്ടോ. ഇവിടെ ഇവിടെ ചുറ്റും വീടുകളുള്ള സ്ഥലമല്ല. ഇതെല്ലാം അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്.
എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലായിടത്തും ലൈറ്റൊക്കെ ഉണ്ട്. എന്നിട്ടും കാര്യമൊന്നുമില്ല. ഇത് ഓരോ ഞാൻ തീയും കൂട്ടിയായിരുന്നു ഇവിടെ. ഓ, തീയും ഉണ്ടായിരുന്നു. എന്നിട്ടും വന്നു. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല അല്ലേ? പിന്നെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരം വെളുക്കുന്ന വരെ ഇരുന്നു, പിന്നെ വന്നില്ല. ഈ കടുവ വന്ന സമയത്തൊക്കെ നിങ്ങൾ ശബ്ദമില്ലാതെ തന്നെ ഇരിക്കുമായിരുന്നു അല്ലേ? അതെ. ആദ്യത്തെ ഒരു പ്രാവശ്യം കൊട്ടി വെച്ചുണ്ടാക്കി. ആദ്യത്തെ പിന്നെ ഈ കൂട്ടിൽ അന്നേരം എനിക്കറിയാം കടുവയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ പ്രതീക്ഷിക്കുന്നു, മനസ്സിലൊരു ഭയമായിട്ട് കിടക്കുകയായിരുന്നല്ലോ. അന്നേരമാണ് ഞാൻ കിടന്നുള്ളു. ബാക്കി എൻ്റെ വൈഫൊന്നും കിടന്നിട്ടില്ല. അവിടെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുക, കടുവേനെ പിടിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അന്നേരമാണ് ഈ വലിയ സൗണ്ടം കേട്ടത്. സൗണ്ട് കേട്ടാൽ ഞാൻ ചാടി എണീറ്റ് ജനൽ തുറന്നിട്ടും കിട്ടുന്നില്ല. എങ്ങനെയോ അത് തുറന്ന് ആ വടിയെടുത്ത് ചുമരിൻ്റെ ഒക്കെ അങ്ങ് അടിച്ച് അപ്പോഴാണ് പിടുത്തം വിട്ട് അങ്ങോട്ട് ചാടിയത്. ഇങ്ങോട്ടാ ചാടിയേ? അങ്ങോട്ട്. അത് ആ മറയും പൊളിച്ചിട്ട് അങ്ങോട്ട് ചാടി. അത് അവിടെ മറയുണ്ട്, അത് പൊളിച്ചിട്ട് അങ്ങോട്ട് ചാടി. ഇങ്ങോട്ട് ചാടിയില്ല, കയറിയത് ഇതിലാ, ഇതിലെ അങ്ങോട്ടാ കയറിയത്. ഇതാണ് പൊളിച്ച് ഇവിടെയായിരുന്നു. ആ കയറടക്കം എടുത്തു അങ്ങോട്ട്. ഇത് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ ഇവിടൊക്കെ. ഇത് പൊളിച്ച് ഇങ്ങോട്ട് ചാടി, എന്നിട്ട് ഈ പുറവശത്തേക്ക് പോയി. ഈ അപ്പുറത്തോട്ടൊക്കെ വീടുകളില്ലേ? അപ്പുറത്ത് കുറച്ച് അകലെയാണ്. ആണല്ലേ? കാൽപ്പാട് എല്ലാം കിട്ടിയോ? കാൽപ്പാട് ഉണ്ടായിരുന്നു, ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇതിൽ നടന്നായിരുന്നേ, ഒക്കെ നടന്ന് നോക്കിയായിരുന്നു. പിന്നെ അവിടെ ഉണ്ട്, അവിടെ ഈ ചെരുപ്പിൻ്റെ പാടം എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നായിരുന്നല്ലേ? ഇതിലെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇതിലെ വന്ന് നോക്കിയിട്ടുണ്ടാവും. രണ്ടാമത് ഈ ജഡം അവിടെയല്ലേ നമ്മൾ കിടത്തിയത്, അന്നേരം ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഈ ആടിനെയും ഇതിനെയും മാറ്റി ഇതിനെ അപ്പുറത്തെ റൂം കൊണ്ടുപോയിട്ടു. ഇതിനെ മാറ്റി അല്ലെങ്കിൽ ഇതിനെയും കൊല്ലുവരും. അല്ലെ രണ്ടാമത്തെ വരെ നല്ല ആൽപ്പാടുണ്ട്. അവിടെ ഉണ്ട്. അതിപ്പോ വെള്ളമൊക്കെ ആയിട്ട് ഒന്നാലും ഉണ്ട്, പാടുണ്ട്. ഇങ്ങോട്ടാണ് കേട്ടോ പിന്നെ പോയത്. ഭയങ്കര ഭീകര അവസ്ഥ തന്നെ കേട്ടോ. അവിടെ ദിവസമായി തുടങ്ങിയിട്ടെന്നറിയാം. ഇവിടെയും മാഞ്ഞു പോയി. ആളുകളെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, മാഞ്ഞ് പൊടിയല്ലേ, മണ്ണൊക്കെ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് കാൽപ്പാട്. അത് അങ്ങോട്ട് ആളിറങ്ങിപ്പോയപ്പോഴേ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിലെ വന്നേന്നാ തോന്നുന്നത്. ഇതാ പാടാ, ഇതേ വലിയ പാട്. ഈ വലിയ പാടായിരുന്നു, അതിപ്പോൾ വെള്ളം ആയിട്ട് അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഇവിടുന്ന് വന്ന് ഇതിൽ നേരെ കയറിയുന്ന ഒരു ഊഹം വേറെ എങ്ങനെയായിരിക്കും. ഞാൻ ഓടിച്ചപ്പോൾ അങ്ങോട്ടാ പോയല്ലേ? ഇതൊരു വീടിൻ്റെ മുൻവശം തന്നെ കേട്ടോ. ഈ ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പം എവിടെയാണെന്നുള്ളത് വല്ലതും അറിവുണ്ടോ? ഇപ്പം എന്താ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നാ പറഞ്ഞത്. അതെവിടെയായിട്ടാ? അത് അടിക്കൊലി ഇപ്പുറം വന്നിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോകണം. ആണല്ലേ? ഇവിടുന്ന് മുകളിലെ റോഡുണ്ട്. രാവിലെ ആരെങ്കിലും കണ്ടവരുണ്ടോ? രാവിലെ അവർ പോയവർ കണ്ടെന്നാ പറഞ്ഞത്. ആണല്ലേ? പോർഷന്മാരൊക്കെ കണ്ടെന്നാ പറഞ്ഞത്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ? എന്താ ചെയ്യാം, വിഷമവും പേടി എല്ലാം കൂടി. ഉറങ്ങാതിരുന്നിട്ടില്ലേ? ഉറക്കം അടച്ചിട്ട് ഒരു ഉപകാരമുണ്ടായിരുന്നില്ലേ? കാര്യമില്ല. ഇത് പിടിച്ചത് പെണ്ണാടല്ലേ? അല്ല, മുട്ടനാണല്ലേ? മുട്ടന. അതാ ഡെയിലി ചവിട്ടിക്കുന്നതൊക്കെ വരുമാനം. അങ്ങനത്തെ ജമുനാപ്യാരി നല്ല വിലയുള്ള ആന. പിന്നെ നല്ല വിലയുണ്ട്, നല്ല വലിപ്പവും ഉണ്ട് ആട്. ഇന്നലെ അവിടുത്തെ ആടിനെ 10-60,000 രൂപയൊക്കെ വില ഉണ്ടെന്നല്ലേ? ഇതിപ്പോൾ ആട് അവിടെ കിടത്തിട്ടുണ്ട്, പോയാൽ കാണാം. ആണോ? കൂടിനകത്തുണ്ട്. കൂട് വെച്ചതിന്റെ താഴെ കിടത്തിയിട്ടുണ്ട്. വലിയ മുട്ടണ. അല്ല, ആടിൻ്റെ ജഡം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ കൂടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ആടിനെ പോസ്റ്റ്മോർട്ടം ചെയ്താ? പോസ്റ്റ്മോർട്ടം ചെയ്തു. എന്ത് ചെയ്യാനല്ലേ? എന്ത് ചെയ്യാനാ? അത് ഇന്നലെ പേടിച്ചിട്ടേ, അതായി കരയുന്നേ. പേടിച്ചു പോയി. അത് ആദ്യ സാധനമല്ലേ വന്ന് കയറി. അതെ, തലനാരിക്ക് അവസരം പോയി. അതെ. വീടുകളൊക്കെ അടുത്തടുത്തുണ്ട്. എന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇത് വീടുണ്ടല്ലോ വരില്ല എന്ന് വെറുതെ പറയുന്നതാ. ഈ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് കൂടെ നടന്നിരിക്കുന്നത്.
ഇതിലൊക്കെ കേട്ടോ ഏ ഈ ഭാഗത്തോടെയൊക്കെ അല്ലേ പോയേ? ആ ഇതിലേ പോയിട്ടുണ്ട്. ഇതാ അല്ലേ വലിയ ആളല്ലേ? ആട് നല്ല വലിപ്പമുള്ള ആടാണ്. മുഴുത്ത ആളല്ലേ? ഇതൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റി കാണിക്കാമോ? വിറ്റാൻ അവരിട്ട് മൂടിയതാണ്. മുഖം മാത്രം കാണിച്ചാൽ മതി, വലിപ്പമൊന്നും അറിയാനേ. വലിയ ആളല്ലേ? വലിയ ആട്. കടിച്ച പാടാ കഴിയാ? കടിച്ചതാ കഴുത്തല്ലേ? കഴുത്ത് മുറിഞ്ഞു പോയിട്ടില്ലേ? അത് ഓപ്പറേഷൻ ചെയ്താൽ ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിൻ്റെ ആയിരിക്കും. അല്ലെങ്കിൽ താർന്നു പോയി, ഉള്ളെല്ലാം കല്ല് കയറിയിട്ട് ഇവിടെയൊക്കെ മുഴുത്ത മുട്ടനാടല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നല്ല വരുമാനമുള്ള സാധനം. ഇതെങ്ങനെയായാലും ചേട്ടന് ഇതിനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ? 30 രൂപ വില പറഞ്ഞതാ അവർ വന്നിട്ട് അല്ലേ ഫാമിലിക്ക്. ജമുനാപ്യാരി ആയതുകൊണ്ട് ഇതിങ്ങനെ ഞാൻ കൊടുക്കാത്തതാണ്. ചവിട്ടിക്കുന്നൊക്കെ അല്ലേ? നമുക്കൊരു പൈസ അതല്ലേ അതിലുണ്ടാവും അല്ലേ? 500 വെച്ച് കിട്ടുമല്ലോ ഡെയിലി. അത് ചിലപ്പോൾ 2 or 3 ഒക്കെ വരും. അല്ലേ? പിന്നെ ഒരു വയസ്സേ ഉള്ളൂ കാര്യം. അതേപോലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, ഇത്രയും തീറ്റയൊക്കെ കൊടുത്ത്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ടു കേട്ടോ. വളരെ ഭീകരമായൊരു അവസ്ഥ തന്നെയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരാഴ്ചക്കിടയ്ക്ക് 5 ആടുകളെയാണ് കൊന്നിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കൊന്ന ആടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുഴുത്ത ആടാട്ടോ. അതൊക്കെ നല്ല വിലയുള്ള ജമുനാപ്യാരി ഇനത്തിലുള്ള ആടുകളാണ്. ഈ കഴിഞ്ഞ ഇന്നലെയും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മൾ കണ്ട ആ ഒരാടൊക്കെ ഇതിലും വലിയ ഒരവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുള്ളത്. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ആളുകളും ഇത്രയും വീടുകളൊക്കെ ഉള്ളൊരു പ്രദേശത്ത് എല്ലാ വീട്ടിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് പോലും കടുവയ്ക്ക് ഒരു പേടിയില്ല. വളരെ കൂളായിട്ട് വന്ന് ആടിനെ കടിച്ച് കൊന്നിട്ട് പോവുകയായിരുന്നു. 3 പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടോ. 3 പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 3 പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടും അതിനെ പിടിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് വളരെ കഷ്ടം തന്നെയാണ്. എന്താ പറയുക, അതിൻ്റെ സാങ്കേതിക വശം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും 3 പ്രാവശ്യം ആ വീട്ടിൽ വന്നു എന്നാണ് ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് നമ്മൾ കേട്ടത്. അവർ ലോഡ് ചെയ്യാനായിട്ടോ താമസിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് പോലും ഇന്ന് വെളുപ്പിനോടുകൂടി ഈ ഒരു പരിപാടി അവസാനിപ്പിക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നു. ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് കടുവേനെ പിടിക്കുന്നത് കാത്ത്. ഏതായാലും വരും മണിക്കൂറുകൾ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്നുള്ള കാര്യമൊക്കെ. ഏതായാലും ഇനി കടുവ ഉള്ളത് മറ്റൊരു ഭാഗത്തേക്കാണ്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു പ്രദേശത്താണ് വെള്ളക്കെട്ട് എന്ന് പറയുന്ന ഇവർ ലോക്കലി വിളിക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്. അത് ആടിക്കൊല്ലി പ്രദേശത്ത് തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു സൈഡിലേക്കൊന്ന് പോകാം കേട്ടോ. അതുപോലെ നമ്മൾ ആടിക്കൊല്ലിയിൽ നിന്ന് കുറച്ച് ഇപ്പുറം മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇന്ന് രാവിലെ വെള്ളക്കെട്ട് എന്ന് പറയുന്ന പേരുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു ഭാഗത്ത് ഇന്ന് രാവിലെ കടുവേനെ നേരിട്ട് കണ്ട ആൾക്കാരുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അവരോടൊന്ന് നേരിട്ട് ചോദിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് പീറ്റർ. നിങ്ങൾ രാവിലെ എവിടെ പോയപ്പോഴാണ്? ഞങ്ങൾ പുല്ല് വെട്ടാൻ പോകുന്നതാണ്. രാവിലെ പശുവുണ്ട്, ഞങ്ങൾക്ക് ഒരു 3-4 പശുവുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ അതിന് രാവിലെ പുല്ല് വെട്ടാൻ പോയതാണ്. ഞങ്ങൾ ഒരു 6:30 ആയപ്പോഴാണ് പോയത്. 6:45 ആയപ്പോഴാണ് ഇതിനെ കണ്ടത്. പുല്ലുവെട്ടി പകുതി ആയപ്പോഴാണ് ഇത് വരുന്നത് കണ്ടത്. ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഞാൻ എൻ്റെ അടുത്തായിട്ട് പോകുമായിരുന്നു. ഇവളാണ് കാണിച്ചു തന്നത്. ഞാനൊന്നും ആ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പുല്ല് വെട്ടാൻ വേണ്ടി അതിൻ്റെ അടുത്തിട്ട് ഈ കടുവേൻ്റെ മുമ്പിലേക്ക് എന്നെ എത്തപ്പെട്ടു പോയി. ഒരു 10 മീറ്റർ ഇതിൽ ക്യാപ്പിൽ അത്ര അടുത്ത് കണ്ടു. ഒരു മീഡിയം 6:45 ഒരു മീഡിയം വലിപ്പമുള്ളൂ. വയറൊക്കെ ഒട്ടിയിട്ടാണ്, വിശപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വയറൊക്കെ ഒട്ടിയാണ് ഞാൻ കിടക്കുന്നത്.
അപ്പൊ തന്നെ ഫോറസ്റ്റുകാർ മെമ്പറെ വിളിച്ചു പറഞ്ഞു. മെമ്പർ അവിടെ തൂപ്പറ ഉണ്ടായിരുന്നു. അവർ നേരെ വെളുപ്പിന് ഒരു ആടിനെ കൊന്നിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഫോറസ്റ്റുകാരും ഇവരെല്ലാം മീഡിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരപ്പം തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വന്നു. പിന്നെ അവർ പോയ വഴി ഞാൻ കാണിച്ചു കൊടുത്തു. അവരതിൻ്റെ പുറകെ അങ്ങനെ പോയിട്ടുണ്ട്. കാൽപ്പാട് വല്ലതും കിട്ടിയോ? ഇല്ല, അത് കിട്ടിയിട്ടില്ല. കണ്ടില്ല. നേരിട്ട് കണ്ടല്ലേ? പെട്ടെന്ന് കണ്ടപ്പോൾ എന്തായിരുന്നു? പെട്ടെന്ന് ഒരു ഷോക്കായി പോയി. നമുക്ക് പേടി ഉണ്ടാവുമല്ലോ എന്തായാലും. എല്ലായിടത്തും കേൾക്കുന്ന ഒരു സാധനം കറക്റ്റ് നമ്മുടെ മുമ്പിൽ പെട്ട പോലെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാൻ ന്യൂസ് കേട്ടിട്ടാണ് പോയത്. പശുവൊക്കെ ഉള്ളതുകൊണ്ടല്ലേ? അതെ, രാവിലെ ന്യൂസ് കേട്ടിട്ടാണ് പോയത്. ഇവിടെ അടുത്താണല്ലോ മറ്റേ ആടിനെ പിടിച്ചിരിക്കുന്നത്. തൂപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് 1.5 കിലോമീറ്റർ അപ്പുറമാണ് അത്. അപ്പം അതിൻ്റെ ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് അത്രയൊരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഷോക്കായി പോയി. കാണുമെന്ന് നമ്മൾ മനസ്സിലല്ലേ? അതെ. ചേച്ചി നേരിട്ട് കണ്ടോ? നേരിട്ട് കണ്ടു. അവളാണ് ആദ്യം കണ്ടത്. എങ്ങനെ പെട്ടെന്ന് കടുവയാണെന്ന് തിരിച്ചറിയാൻ പറ്റും? പേടിച്ചു പോയി. ഞാൻ അതിന്റെ മുഖം മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ഒന്നാ നോക്കിയോളൂ. മുഖം മാത്രം കണ്ടാൽ അവിടെ പുല്ലുകളുള്ള സ്ഥലമാണോ? പുല്ലുണ്ട്. ഞങ്ങൾ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. തല മാത്രമായിട്ട് കണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയാ നിങ്ങളെ നോക്കി നോക്കി ശരിക്കും നോക്കിയത് നേരെ ഇങ്ങനെ നോക്കി അല്ലേ? എന്നിട്ട് നിങ്ങൾ എങ്ങനെയാ അപ്പൊ അവിടുന്ന് പിന്മാറുമായിരുന്നോ? ഞങ്ങള് വേഗം അവിടെ മാറിപ്പോയത്. ചേട്ടനെ വിളിച്ചു. ഞങ്ങള് വേഗം അങ്ങ് മാറി നിന്ന് വന്നിട്ട് അല്ലേ? എന്നിട്ട് പിന്നെ അത് നേരെ എങ്ങോട്ടാ പോയേ? അത് കണ്ടോ? നേരെ ആ ചാലിലേക്ക് താഴേക്ക് കൊല്ലിയിലേക്ക് അങ്ങോട്ടാ പോയല്ലേ? എനിക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു. അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് അവർ കടുവേനെ കണ്ടു എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ചേട്ടൻ കണ്ട സ്ഥലം നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലം കേട്ടോ. എല്ലായിടത്തും വീടുകളുള്ള സ്ഥലമാണ്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഇവിടെ കൂടുതൽ കാപ്പി, കുരുമുളക്, ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിലായിരിക്കും പറമ്പൊക്കെ കിടക്കുന്നത്. അല്ലാണ്ട് ഇത് ഫോറസ്റ്റ് ഒന്നും ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ. ഇവിടെ പുല്ല് വെട്ടുന്നു. പുല്ല് വെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ബ്ലോക്കുലുണ്ട്. അവിടെ കുറച്ച് അവിടെ ആ താഴെ സൈഡ്. അപ്പോൾ ഞാൻ ഇവിടം വരെ എത്തി അത് വെട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ചവിട്ടിയിട്ടല്ലേ അവിടെ വരെ എത്തി കഴിഞ്ഞപ്പോഴാണ് ആ സൈഡിൽ കൂടെ ഇതിങ്ങനെ പോയത്. അതിൻ്റെ അപ്പുറത്തോടെ? അതെ, അപ്പുറത്തോടെ ആ വഴി കൂടെ പോയല്ലേ? അതെ. എന്നിട്ട് അതാണ് താഴെട്ട് ആ കൊല്ലിയിലേക്ക് ഇറങ്ങി പോയത്. ഇവിടെ ഈ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് സാധനം ഇറങ്ങി വന്നത്. ഇതിലേ ഇറങ്ങി വന്നത്. ഇവിടെ ആടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ മൃഗങ്ങളൊന്നുമില്ല. ഈ ഭാഗത്ത് ആർക്കും ഇല്ല? ഉണ്ട്, ഈ സൈഡിലൊന്നുമില്ല. ഇത് പിടിച്ചിട്ട് ഇന്ന് രാവിലെ പിടിച്ചില്ലേ, അത് ഈ ഭാഗത്താണ് പിടിച്ചത്. തൂപ്ര എന്ന് പറഞ്ഞ സ്ഥലം ഇങ്ങോട്ട് ക്രോസ് ചെയ്താണ്. ഈ കൊല്ലി എന്ന് പറഞ്ഞാൽ അന്ന് കാണിച്ചാലോ? കൊല്ലി സത്യനന്ദി അവർ രാവിലെ വന്നായിരുന്നല്ലേ? അപ്പം തന്നെ വന്നു. ഇവരിവിടെ തൂപ്ര ഉണ്ടായിരുന്നല്ലോ. നടന്നു പോയതിൻ്റെ പാടായിട്ട് കാണുന്നത്. ഇതിലിങ്ങനെ ഇറങ്ങിയത് ഇവിടം വരെയാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ വരെ കണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് കയറി പോയത് ഇങ്ങനെ പോയിട്ടുണ്ടാവണം. അടിക്കൊല്ലിക്കാണ് പോയതെന്നാണ് പറയുന്നത്. ഇങ്ങനെ? അതെ, ഇങ്ങനെ മുകളിലേക്കാണ് കയറി പോയെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് താഴേക്കാട്ടോ. ഇത് ഇങ്ങനെ ഈ ചെരിഞ്ഞ ഏരിയനല്ലേ ഈ കൊല്ലി എന്ന് പറയുന്നത്? അതെ, കൊല്ലി എന്ന് പറയുന്നത് എങ്ങനെയാണ്? വെള്ളച്ചാലുണ്ട്. വെള്ളച്ചാലാണ്. പണ്ട് ഞങ്ങളിവിടെ കുളിക്കാനൊക്കെ ഇരുന്ന ഒരു സ്ഥലമാണ് പണ്ട് കാലത്ത്. രണ്ട് കുന്ന് ഇതിൻ്റെ അതിലൊരു വെള്ളച്ചാലം ഉണ്ടായിരുന്നു പണ്ട്. ഇതിലിങ്ങനെ ഇതിലിങ്ങനെയാട്ടോ നടന്നിറങ്ങിയാണ്. ഈ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അന്നേരമാണ് കണ്ടത്. ഞാൻ വൈഫാണ് കണ്ടത്. അപ്പോൾ അവള് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കി. വീട്ടുകാരും കണ്ടില്ല? ഇല്ല, അവർ കണ്ടിട്ടില്ല. അവരെ എണിച്ചിട്ടില്ല അന്നേരം. ആ സമയത്ത് 6:45 ഈ സൈഡിൽ കൂടെ എങ്ങനെ വന്നത്? ഇങ്ങനെ വന്ന് ഇതിലേക്ക് ഇറങ്ങി ഇവിടം വരെ ഇറങ്ങിയെന്ന് ഞങ്ങൾ കണ്ടു. ഇവിടം വരെ കണ്ടു. പിന്നെ അങ്ങോട്ട് നമ്മളിങ്ങോട്ട് വന്ന് നോക്കണല്ലോ. ഈ സൈഡ് ആടിക്കൊല്ലി, മുകളിൽ സൈഡ് ആടിക്കൊല്ലി. ഈ താഴേക്കോ? ഇത് നമ്മൾ വരുന്ന കോളേജ് ജംഗ്ഷനിലേക്ക് പോകും. നമ്മളെ പൈസരാജിന്റെ അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോകാനേ സാധ്യതയുള്ളൂ അല്ലേ? അങ്ങോട്ട് പോകാനാണ് സാധ്യത, അങ്ങനെ പറയുന്നവർ. വലിയൊരു അവസ്ഥ തന്നെയല്ലേ ഇത്? അതെ. നിങ്ങൾക്ക് പറമ്പിലൊക്കെ പണി നമ്മൾ ക്ഷീരമേഖല ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ കൂടുതൽ. അപ്പം അവർക്ക് പുല്ല് വെട്ടാൻ പോകാനും കാര്യങ്ങൾ സ്കൂളിൽ പിള്ളേർക്ക് പോകാനൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് പിന്നെ ഒന്നും സ്കൂളൊക്കെ അവധിയാക്കിയിട്ട് ഇവിടുത്തെ സ്കൂള് ഇന്നലെ പിന്നെ ലീവായിരുന്നല്ലോ, പൊതു അവധിയല്ലായിരുന്നോ? പിന്നെ അതിനിടയ്ക്ക് ഒരു ദിവസം ഇവിടെ അടിക്കൊല്ലിയൊക്കെ സ്കൂളിനൊക്കെ ലീവ് കൊടുത്തല്ലേ. ഇന്നിപ്പോൾ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഇവിടെയുള്ള ആളുകൾ ബുദ്ധിമുട്ട്. അതെ. 8-9 ദിവസമായി.
എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഭീതി ഒഴിയുന്നില്ലല്ലോ. ഇതെപ്പോഴാണ് നമ്മളെ ആക്രമിക്കാമെന്ന് പറയാൻ പറ്റില്ല. യാദൃശ്ചികമായിട്ട് പെട്ടുപോകല്ലേ. ഈ പശുവിനെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. ഇതിനേട്ടോ നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ വഴിക്കുന്ന ഈ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ കൊടിമരത്തിൻ്റെ ഒക്കെ ഇപ്പുറത്തോടെ ഇതിലിങ്ങനെ നടന്നു വന്ന് ഇതിലിങ്ങനെ ഇവിടം വരെ ഇവർ കണ്ടു. ഇതിന് ശേഷം പിന്നെ അതെങ്ങോട്ടാണ് പോയെന്ന് കണ്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ ഒരു സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അതിനെക്കുറിച്ച് വിവരമില്ല കേട്ടോ. ഏതായാലും 8-9 ദിവസമായിട്ട് ഇതാണ് ഈ ഒരു പ്രദേശത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ആടിനെ പിടിച്ച ആ വീടിൻ്റെ ആ വഴിക്ക് തന്നെ കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു വയലാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിലുള്ള ഈ ഒരു വയലാണുള്ളത്. ഇതിൻ്റെ അകത്തെ ഒരു എന്താ പറയുക, നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന കുന്ന് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഇതിൻ്റെ അപ്പുറത്ത് ആ ഒരു ഭാഗത്ത് അതിൻ്റെ അപ്പുറത്തായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ, അതായത് ഇതിന് തൊട്ട് മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഒരു ആടിനെ പിടിച്ചത്, ജമുനാപ്യാരി ആടിനെ പിടിച്ച ആ ഒരു പ്രദേശമാണത്. അവിടെ നിന്നാണ് ഈ പറയുന്ന കടുവ ഇതിലിങ്ങനെ ചുറ്റി ഈ പറയുന്ന വീട് ഇവിടെ ഈ മുകളിലായിട്ടാണ്, ഈ കാണുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടായിട്ടാണ് ആ വീട്. അപ്പോൾ അവിടെ എത്തിയതും. അപ്പോൾ നമുക്ക് ഈ ഇതിലൊക്കെ നമുക്ക് എന്താ പറയുക, റോഡ് മാർഗം കുറച്ച് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ പറമ്പിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി പോവുകയാണെങ്കിൽ അധികം ദൂരമൊന്നുമില്ല. ഇപ്പം ഇവിടുന്ന് നേരെ മുകളിലേക്കാണ് പോയേക്കുന്നത്, അതായത് ആടിക്കൊല്ലി പ്രദേശത്തേക്കാണ് പോയേക്കുന്നതെന്നാണ് പറയുന്നത്. കൂട് വെച്ചിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയാണ് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു ആടിൻ്റെ മൃതദേഹം ബോഡിയൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ വീടാണ് ഈ കാണുന്നത്. ഈ ഒരു കൂട്ടിൽ നിന്നാണ് കഴിഞ്ഞ രാത്രി ആടിനെ പിടിച്ചത്. അവിടെ നേരെ ഇങ്ങോട്ടുള്ള ഈ ഒരു ഭാഗത്താണ്, തൊട്ട് പുറകിൽ തന്നെയാണ് ഈ ഒരു കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ഒരു വീടാണിത്. ഈ വീട്ടിലെ ആടിനെയാണ് നമ്മൾ കണ്ടതാണ്, ജമുനാപ്യാരി ആടിനെയാണ് കടുവ പിടിച്ചതും. അതിനുശേഷം ഇതാ ഈ തൊട്ട് പുറകിൽ നമുക്ക് അവിടെ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാം. ആ കൂട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇന്നലെ രാത്രി കടുവ ഈ പ്രദേശത്ത് വന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ രാത്രി എത്ര മണിയായപ്പോഴാണ് ചേട്ടാ സംഭവം? ഒരു 7-7:30-8 മണിയോടുകൂടി നമ്മുടെ ഈ വീടിൻ്റെ അവിടുന്ന് രണ്ടാമത്തെ ഒരു വീട് ഉണ്ട്, അതിൻ്റെ ബേക്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരാൾ പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴേക്ക് ജസ്റ്റ് ഇറങ്ങിയപ്പം അവിടെ സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ അവർ വേഗം ഓടി അവർ വീഴുകയും ചെയ്തു. അപ്പോഴത്തേക്കും പക്ഷേ അവർക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ വെടി വെക്കാനുള്ള ഓർഡറില്ല, മയക്കുവെടി വെക്കാൻ അന്നേരം അവരുടെ കൂടെ പിന്നെ ഡോക്ടർ ഇല്ലാന്ന് തോന്നുന്നു. അപ്പം അവർ ആ നേരം ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അത് അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് താഴേക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നെ ഒരു 9:30-10 മണി കഴിയോട് ശേഷം ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ലൈറ്റെല്ലാം ഞങ്ങൾ അന്നേരം തന്നെ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, കുട്ടികളോട് പോലും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പട്ടി ഇടയ്ക്ക് കുരയ്ക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഒരു പട്ടിയുണ്ട്. അപ്പോൾ അവൻ കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം കൊണ്ട് എല്ലാം എന്തോ സൗണ്ട് കേൾക്കണ പോലെ തോന്നി. പക്ഷെ അത് പട്ടി കുരയ്ക്കണ വിചാരിച്ച് നമ്മൾ നോക്കിയില്ല. അവർ വരുന്നുണ്ട്, ഫോറസ്റ്റുകാർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ അടുത്തോടെ പതുക്കെ വന്ന് നമ്മുടെ കൂടിൻ്റെ അടുത്ത്, അതായത് ആട്ടിട്ട കൂടിൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പക്ഷേ എങ്ങനെയോ തിരിഞ്ഞു പോയത്, മുകളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു ആ വീട്ടിൽ, മുകളിലത്തെ വീട്ടിൽ, അതുകൊണ്ടായിരിക്കണമെന്ന് അറിയത്തില്ല. പിന്നെ തിരിഞ്ഞ് റിട്ടേൺ പോയി എന്ന് പറഞ്ഞു. പിന്നീട് ഒരു 1.5-3 മണിക്കൂറിന് ശേഷം വീണ്ടും ഈ സംഭവം തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ പിന്നെ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം പിന്നെ അത് കയറി അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ 8 മണി 7 മണിയുടെ ഇടയ്ക്ക് പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ടായി. അക്കരെ വീട്ടിൽ ലാസ്റ്റ് അവിടെ ഒരു വീട്ടിൽ കോർണറിൽ അവർ പറഞ്ഞു അവർ കണ്ടു ഈ കടുവ ഈ അക്കരെ സൈഡിൽ ഈ പിന്നെ വയലും കഴിഞ്ഞ് അക്കരെ കയറി അക്കരയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ അതിനുശേഷമാണ് ഇവിടെ വന്നു 2 പ്രാവശ്യം വന്നു പോയി എന്ന് പറഞ്ഞു. ഏതാണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ ഇന്നലെ രാത്രി 11 മണിക്ക് അങ്ങാണ്ടാന്ന് പറഞ്ഞു അവിടെ കൊന്നത്, തൂപ്രയിൽ. അതിനുശേഷം പിന്നെ ഇപ്പോൾ ആരും കാണുന്നില്ല, എവിടെ പോയിന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വൈകിട്ട് വരെ ഈ ഒരു പ്രദേശത്ത് തുടരുകയായിരുന്നു. വൈകിട്ട് വരെ നമ്മൾ ഇവിടുന്ന് പോയി കണ്ട ആളുകളെയും അതുപോലെ തന്നെ ഇവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിച്ചത്.
ഇന്ന് ഇവിടെ 8, 9 അതുപോലെ തന്നെ 11 വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ 11 മണിയായപ്പോൾ കടുവ വന്നു, ആടിനെ പിടിച്ചു. അതിനുശേഷം വെളുപ്പിന് 4:30-ക്കും 4:45-നും അങ്ങനെ മൊത്തം 3 പ്രാവശ്യം ഈ ഒരു 24 മണിക്കൂറിനിടയ്ക്ക് കടുവ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഒരു വീട്ടിൽ ആ ഒരു പരിസരത്തേക്ക് കടുവ വന്നിരുന്നു. നമ്മൾ ആ വീട്ടുകാർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ആ ഒരു പരിസരത്ത് വന്നേച്ചിട്ട് പിന്നെ കടുവ അവിടുന്ന് മാറിപ്പോവുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലും പിടി കൊടുക്കാതെ കടുവ ഇങ്ങനെ വട്ടം ചുറ്റിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഇറങ്ങാനുള്ള സകല സാധ്യതകളും ഉണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞു ഈ ഒരു കടുവ ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കടുവ 100% ഇറങ്ങും. സർവ്വ സജ്ജീകരണങ്ങളോടുകൂടി വനംവകുപ്പും ഒക്കെ ഇവിടെ റെഡിയാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ ഇനി നാളത്തെ എപ്പിസോഡിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഇന്ന് രാത്രി എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് എന്തെങ്കിലും, അല്ലെങ്കിൽ കടുവനെ പിടിക്കുകയോ അല്ലെങ്കിൽ കടുവ ഒരു പരിസരത്തേക്ക് വരുന്ന എന്തെങ്കിലും ഒരു സൂചന നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നത് അടുത്ത എപ്പിസോഡിലായിരിക്കും. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.